പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. ഈശ്വര ആരാധനയിലൂടെ മനുഷ്യ മനസ്സിലെ തിന്മകളെ ത്യജിക്കുന്നതിനും സ്വാത്വിക ചിന്ത മനസ്സിലും വന്ദിക്കുന്നതിനുമായി മഹാത്മാക്കൾ സ്ഥാപിച്ചു തന്നിട്ടുള്ളതാണ് പുണ്യക്ഷേത്രങ്ങൾ. മനുഷ്യ മനസ്സുകളിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് മനുഷ്യന്റെ സർവ്വ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമാണ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന പ്രപഞ്ച സത്യം അദ്വൈത വാക്യം ഉൾക്കൊണ്ട് ജാതി മത ഭേദമന്യേ സർവർക്കും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് ഇത് വിരാജിക്കുന്ന ഘണ്ടാകർണ സ്വാമിയുടെയും ശ്രീ മുത്തപ്പന്റെയും ക്ഷേത്രമാണ് തെങ്ങോട് വള്ളിയാത്ത് ശ്രീ ഘണ്ടാകർണ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഉപദേവതകളായി വെള്ളാം ഭഗവതി, ഭദ്രകാളി, കൊടുംകാളി, ഹനുമാൻ, കാപ്പിരി, കരാളൻ, കരിഞ്ചാത്തൻ, കുറുപ്പ്, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് എന്നിവരും കുടികൊള്ളുന്നു. മൈസൂർ സുൽത്താൻ ടിപ്പുവിന്റെ മലബാർ ആക്രമണകാലത്ത് 10,000-കണക്കിന് ആളുകൾ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു. തെക്കേ മലബാറിലെ ആദവ നാട്ടിലെ ആഴിവാഞ്ചേരി തമ്പ്രാക്കളുടെ ആശ്രിതരായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബം അവിടെ നിന്ന് പറവൂർ രാജ്യത്ത് വരാപ്പുഴ തിരുമുപ്പം ഗ്രാമസങ്കേതത്തിൽ വന്നു ചേർന്നു. തിരുമുപ്പം ക്ഷേത്രവും ഗ്രാമവും ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ വകയായിരുന്നു. ടിപ്പുവിന്റെ പട പറവൂരിലും വരാപ്പുഴയിലും കടന്നാക്രമിച്ചപ്പോൾ കിടക്കപ്പൊറുതിയില്ലാതെ ഈ കുടുംബം ആലുവ പുഴ കടന്ന് തൃക്കാക്കര നാട്ടിൽ തെങ്ങോട് കരയിൽ വള്ളിയാത്ത് പ്രദേശത്ത് വന്ന് താമസം തുടങ്ങി. പഴയ വള്ളിയാത്ത് മുകളിൽ വസൂരിപാത ഉണ്ടായപ്പോൾ ഈ കുടുംബം തെക്കോട്ടു നീങ്ങി. ഇന്നത്തെ ക്ഷേത്രത്തിന്റെ മിഥുനം രാശിയിൽ വൈക്കോലും മുളയും കൊണ്ട് ഒരു വീട് കെട്ടിപ്പാർത്തു. ഈ കുടുംബത്തിന്റെ ധർമ്മദൈവമാണ് വള്ളിയാത്ത് ഘണ്ടാകർണ സ്വാമി. ഈ കുടുംബത്തിലെ 2 സഹോദരന്മാരാണ് ഘണ്ടാകർണ സ്വാമിയെ ഉപാസിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തിപ്പോന്നത്. അവരുടെ നിര്യാണം കുടുംബത്തെ ഭയപ്പെടുത്തി. ഗുരുകാരണവന്മാരെ ആവാഹിച്ച് കുടിയിരുത്തി മുത്തപ്പനും ചെറിയ മുത്തപ്പനുമായി കുടുംബക്കാർ ആചരിക്കാൻ തുടങ്ങി. വസൂരി പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും ഘണ്ടാകർണ സ്വാമിയെ അഭയം തേടി വന്നവർ അന്നും ഇന്നും നിരവധിയാണ്. 10-ാം ഉദയമാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. ദണ്ടും ഗുരുതിയുമായിരുന്നു അക്കാലത്തെ പ്രധാന വഴിപാടുകൾ. ഗുരുതിക്കളത്തിൽ ഘണ്ടാകർണനെയും ഭദ്രകാളിയെയും കുടിയിരുത്തി കോഴിവെട്ടും നടത്തിയിരുന്നു. ജാതി മത ഭേദമന്യേ 4 കരക്കാര് കൂടിയാണ് 10-ാം ഉദയം ആഘോഷിച്ചിരുന്നത്. 1997 നടത്തിയ അഷ്ടമംഗല്യ ദേവ പ്രശ്നവിധി പ്രകാരം അത്തരം ആരാധന സമ്പ്രദായങ്ങൾക്ക് മാറ്റം വരികയും വസ്തുശാസ്ത്രപ്രകാരമുള്ള ക്ഷേത്ര നിർമ്മാണം നടത്തി ഘണ്ടാകർണ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. വൈദിക വിധി പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുവരുന്നത്. സർക്കാർ രജിസ്റ്റർ ചെയ്ത സേവാ സംഘമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും ആരാധന സ്വാതന്ത്ര്യമുണ്ട്. ഒരു ഭക്തൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചുറ്റമ്പലത്തിൽ കൃഷ്ണശില വിരിച്ചു മനോഹരമാക്കി. വേറൊരു ഭക്തൻ ധ്വജസ്തംഭം സ്ഥാപിച്ചു. മറ്റൊരു ഭക്തൻ ശില്പസുന്ദരമായ ഗോപുരം നിർമ്മിച്ചു. വടക്കേ ഇന്ത്യയിൽ നിന്നും തൊഴിൽ തേടി വന്നിരിക്കുന്ന അന്യദേശക്കാർ ഉൾപ്പെടെയുള്ളവരുടെ തീർത്ഥാടന കേന്ദ്രമായി നാൾക്കുനാൾ കീർത്തി നേടിക്കൊണ്ടിരിക്കുന്നു ഈ പുണ്യപുരാതന ക്ഷേത്രം. ക്ഷേത്രത്തിൽ 14 സപ്താഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. നവരാത്രി, ശിവരാത്രി, ദീപാവലി, മറ്റു നിരവധി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. നവരാത്രി ശിവരാത്രി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മൃത്യുഞ്ജയ ഹോമം, എല്ലാ പൗർണമി നാളിലും പൗർണമി പൂജ, എല്ലാ ശനിയാഴ്ചകളിലും ശിവമന്ത്രാർച്ചന, എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഗുരുതി പൂജ, എല്ലാ ആയില്യം നാളിലും ആയില്യ പൂജ എന്നിവ നടത്തിവരുന്നു. ഈ മഹാക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ദണ്ട് നിവേദ്യം. കൈദണ്ട്, ആൾദണ്ട് എന്നീ 2 രീതിയിലാണ് ഭക്തർ 10-ാം ഉദയ ദിവസം രാത്രി 10 മണിക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘണ്ടാകർണ സ്വാമിയുടെ തിരുസന്നിധിയിൽ ദണ്ട് സമർപ്പിക്കുന്നത്. മംഗളപൂജയോടുകൂടി ഭഗവാന് നിവേദിച്ച് ഭക്തർക്ക് നിവേദ്യം തിരിച്ചു നൽകുന്നു. വിഷ്ണു വിരോധിയായിരുന്നു ഒരു കാലത്ത് ഘണ്ടാകർണ സ്വാമി. മഹാവിഷ്ണുവിനെ ഭക്തർ സ്തുതിക്കുന്നത് കേൾക്കാതിരിക്കാൻ കർണങ്ങളിൽ കിലുങ്ങുന്ന ഘണ്ടം, അതായത് മണി, ബന്ധിച്ച് നടന്നിരുന്നതിനാലാണ് ഘണ്ടാകർണൻ എന്ന പേര് വന്നത്. ദാരുക നിഗ്രഹം നടത്തിയ ഭദ്രകാളിയോട് പക തോന്നിയ ദാരുകന്റെ ഭാര്യ മനോദരി ഭദ്രകാളിക്ക് വസൂരി രോഗം വരുത്തി. ഇതിൽ കോപിതനായ പരമശിവൻ കാളിയെ രക്ഷിക്കാൻ തന്റെ ചെവിയിൽ നിന്നും ഘണ്ടാകർണനെ സൃഷ്ടിച്ചെന്നും ശിവപുരാണം പറയുന്നു. ഭൂമിയിലെത്തിയ ഈ ശിവഭൂതം ഭദ്രകാളിയുടെ ശരീരത്തിലെ വസൂരി നക്കിയെടുത്ത് രോഗം ഭേദമായി. മോക്ഷപ്രാപ്തിക്കായി ശിവന്റെ ഉപദേശപ്രകാരം ഘണ്ടാകർണൻ ഒടുവിൽ മഹാവിഷ്ണുവിനെ അഭയം തേടി മോക്ഷപദം പ്രാപിക്കുകയായിരുന്നു. അരിയും ശർക്കരയും നാളികേരവുമാണ് ദണ്ടിലെ പ്രധാന ചേരുവകൾ. ഇത് സ്വാദിഷ്ടമാക്കാൻ ഈന്തപ്പഴം, കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം, ഏലക്ക, ചുക്ക്, ജീരകം തുടങ്ങിയവയും പൊടിച്ചു ചേർക്കും.
വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഇതിന്റെ പാചകം തുടങ്ങുന്നത്. ഇത് വളരെ ഐശ്വര്യഫലവത്താവാൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നാണയമൊഴിഞ്ഞ് മാറ്റിവെക്കുന്നത് പതിവുണ്ട്. തരിയോടുകൂടി ഇടിച്ചെടുത്ത അരിപ്പൊടി, ശർക്കര പാനിയും നാളികേരവും മറ്റു ചേരുവകളെല്ലാം ചേർത്ത് കുറുക്കു പാകത്തിൽ രൂപപ്പെടുത്തി വെക്കും. തണ്ട് വേവിക്കാനെടുക്കുന്ന മണ്ണ് വൃത്തിയാക്കി തടം പോലെ കൂട്ടിയെടുക്കണം. വിറകും മടലും തെങ്ങിൻ പൊറ്റയും ഇട്ട് കത്തിച്ച് മണ്ണ് ചൂടാക്കിയെടുക്കും. ഉണക്കപ്പാള വെള്ളത്തിൽ കുതിർത്ത് അതിലാണ് കുറുക്ക് രൂപത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി നിറയ്ക്കുന്നത്. പാള തുന്നിക്കെട്ടി ചൂടായ മണ്ണിൽ മൂടിയിടും. അതിനു മുകളിൽ വീണ്ടും തീയിട്ട് കത്തിച്ച് എല്ലാ ഭാഗങ്ങളും മറച്ചിട്ട് വേവ് ഉറപ്പാക്കുന്നു. അങ്ങനെ ആണ്ടുതോറും 10-ാമതയ ദിവസം ഭക്തജനങ്ങൾ ഘണ്ഠാകർണ സ്വാമിക്ക് ഭക്തി ആദരവോടെ ഈ വഴിപാട് സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും ക്ഷേത്രത്തിൽ പ്രധാന സ്ഥാനം നൽകി ആരാധിച്ചു പോരുന്നു. ഇവരുടെ അനുഗ്രഹവും അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിലെ മറ്റു ദേവീദേവന്മാരും വള്ളിയാത്ത് ശ്രീ ഘണ്ഠാകർണ സ്വാമിയും നമ്മളെ അനുഗ്രഹിക്കൂ എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതിനാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഓരോ ഭക്തജനങ്ങളും അവരുടെ കുടുംബാംഗങ്ങൾ മുഴുവനായി വന്നു ചേർന്ന് ഭക്തിയോടെ ദാഹം സമർപ്പിച്ചു പോരുന്നു. പാരമ്പര്യമായി നടത്തിവരുന്ന പ്രധാന ചടങ്ങാണ് മുത്തപ്പന്മാർക്കുള്ള ദാഹം വെപ്പ്. നമ്മുടെ കുടുംബജീവിതത്തിൽ നടന്നു വരുന്ന കലഹങ്ങളും ഗ്രഹപ്പിഴ ദോഷങ്ങളും ആപത്തുകളും അകന്നു മാറുന്നതിനും വള്ളിയാത്ത് വലിയ മുത്തപ്പനെയും ചെറിയ മുത്തപ്പനെയും ആരാധിക്കുന്നതിലൂടെ സാധിച്ചു വരുന്നു എന്നുള്ളതാണ് ദേശവാസികളുടെയും ഭക്തജനങ്ങളുടെയും അനുഭവങ്ങൾ പറയുന്നത്. ഇതിനായി അവരാലും അവരുടെ പൂർവികന്മാരായാലും ആരാധിച്ചു പോരുന്ന സമ്പ്രദായമാണ് ദാഹം വെപ്പ്. അന്ധകാരത്തെ വകഞ്ഞു മാറ്റുന്ന അഗ്നിജാല പോലെ അജ്ഞാനത്തിന്റെയും തമസിന്റെയും ഭാവങ്ങളെ ഭഗവാന്റെ നാമജപം ഉന്മൂലനാശം ചെയ്യുന്നു. അതിലെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. ശനിയാഴ്ച ദർശനം മനസ്സിലെ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതോടൊപ്പം ദുഃഖത്തിന്റെ കണ്ണുനീർ തുള്ളികളെ ഭഗവാൻ തുടച്ചു നീക്കുന്നു. മഹാരോഗങ്ങൾ കൊണ്ട് വലയുകയും ആദിവ്യാധികളിൽ ജീവിതം തന്നെ നശിക്കുന്നവർക്കും ഭഗവാന്റെയും മുത്തപ്പന്റെയും അനുഗ്രഹത്താൽ നിത്യസുഖം പ്രാപിക്കുന്നു. ഭഗവാന്റെ ദർശനം മഹാപുണ്യവും മോക്ഷപ്രദവുമാകുന്നു. തൊഴിലും ധനവും സമ്പദ് സമൃദ്ധിയും ഭഗവാന്റെ അനുഗ്രഹത്താൽ വർദ്ധിക്കുന്നു. അങ്ങനെ ഭക്തർക്ക് സകലവിധ അഭീഷ്ടങ്ങളും ഫലവത്താകുന്നു.
കണി കാണുവാനും ചെമ്പഴീരടി കണി കാണുവാനും ശിവ ശിവ മകേശ ശംഭോ നീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ ശിവ ശിവ മകേശ ശംഭോ നീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ ശിവനല്ലാതെ എല്ലാരും ശിവനെയോർപ്പിനെല്ലാരും ശിവനല്ലാതെ എല്ലാരും ശിവനെയോർപ്പിനെല്ലാരും ശശികലാധര പശുപതേ ഗിരിജനായക കരുണ സിന്ധു ശശികലാധര പശുപതേ ഹിമഗിരിജനായക കരുണ സിന്ധു ശിവ ശിവ മകേശ ശംഭോ നീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ തോലും മരയിൽ ചാർത്തിമാലകൾ ഗളത്തിലാഭരണമാക്കി തോലും മരയിൽ ചാർത്തിമാലകൾ ഗളത്തിലാഭരണമാക്കി ജലത്തെ നിത്യവും താങ്ങി ഇരിക്കും നീലകണ്ഠന്റെ ജലത്തെ നിത്യവും താങ്ങി ഇരിക്കും നീലകണ്ഠന്റെ കാൽത്തളീർ മനതാരിലെപ്പോഴും ഓർപ്പതിന്നരുളേണമീശ്വര കാൽത്തളീർ മനതാരിലെപ്പോഴും ഓർപ്പതിന്നരുളേണമീശ്വര ശിവ ശിവ മകേശ ശംഭോ. ഘണ്ഠാകർണ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു.